അമ്മേ മാതാവേ ഒത്തിരി നന്ദി. എൻ്റെ പേര് അലീഷ്മ എന്നാണ്. ഞാൻ വയനാട് പനമരത്താണ് താമസിക്കുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ BSc നഴ്സിങ്ങിന് പഠിക്കുകയാണ്. 2022 എനിക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരുമായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ വെള്ളമൊക്കെ മാറിയതിൻ്റെയാണെന്ന് ഓർത്തിട്ട് ആദ്യം വലിയ കാര്യമാക്കാനൊന്നും നിന്നില്ല. 2022 ഒരു ജൂണൊക്കെ ആയപ്പോഴത്തേനും യൂറിൻ ഇൻഫെക്ഷൻ വല്ലാണ്ട് കൂടി, യൂറിന് പകരം ബ്ലഡ് പോകാൻ തുടങ്ങി. അപ്പോൾ ബാംഗ്ലൂർ ഞാൻ കുറച്ച് ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അത് കഴിഞ്ഞ് വയനാട്ടിൽ വന്നൊരു 3-4 സ്ഥലത്ത് അഡ്മിറ്റായിരുന്നു. അങ്ങനെ പല ടെസ്റ്റുകൾ ചെയ്തപ്പോൾ ബ്ലഡ് കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു കിഡ്നി സ്റ്റോണിൻ്റെയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമാണെന്നോർത്ത് കുറേ ടെസ്റ്റുകളൊക്കെ നടത്തിയായിരുന്നു. പക്ഷേ അതിനകത്തൊന്നും ഒരു കുഴപ്പവും കാണാത്ത സ്ഥിതിക്ക് ഒരു ബയോപ്സി ചെയ്യാമെന്ന് വിചാരിച്ച് കണ്ണൂർ ഞങ്ങൾ പോയിട്ടൊരു ബയോപ്സി ചെയ്തു. അപ്പോൾ ബയോപ്സിയിൽ കിഡ്നിയുടെ അരിപ്പയുടെ കട്ടി കുറയുക എന്നാണ് പറഞ്ഞത്. ഭയങ്കര റെയറായിട്ടാണ് അങ്ങനെ എല്ലാവർക്കും കണ്ടുവരുന്നതെന്നാണ് പറയാറ്. ഇത് ഇപ്പോൾ പെട്ടെന്ന് തുടങ്ങിയ അസുഖമല്ല, ചെറുപ്പം തൊട്ടുള്ളതാണ്, ഇപ്പോഴാണ് കണ്ടുപിടിച്ചതെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. ഈ രോഗത്തിന് അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തൊരു മെഡിസിനും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഈ യൂറിനിലൂടെ പോകുന്ന ബ്ലഡിനകത്തുള്ളത് പ്രോട്ടീനും RBC ആയിരുന്നു. അപ്പോൾ അത് കുറയ്ക്കാനുള്ള മരുന്നുകൾ മാത്രമേ തരാൻ പറ്റുള്ളൂ എന്നായിരുന്നു പറഞ്ഞത്. അപ്പം കുറേ ഹോസ്പിറ്റലിൽ പോയി, കണ്ണൂരും കോഴിക്കോടും വയനാടും ഒക്കെ പോയെങ്കിലും ഡോക്ടേഴ്സ് എല്ലാവരും ഈ സിംറ്റംസിനുള്ള മെഡിസിൻസ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഈ രോഗത്തിന് എന്ന് പറഞ്ഞിട്ടൊരു മെഡിസിൻ അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഞങ്ങൾ കൃപാസനത്തെ പറ്റി അറിയുകയും അമ്മയും ചാച്ചയും വന്നിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാനും അമ്മയുടെ കൂടെ വരികയും ഇവിടെ ജോസഫ് അച്ഛനെ കാണുകയും ചെയ്തു. അച്ഛൻ കുരിശ് വെച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞു, 1 മാസത്തിനുള്ളിൽ നിനക്കിത് കുറഞ്ഞു തുടങ്ങും, 3 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് കുറയും, അത് കുറഞ്ഞു കഴിഞ്ഞിട്ട് നീ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എല്ലാ മാസവും ഈ പ്രോട്ടീൻ ചെക്ക് ചെയ്യേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. ചെക്ക് ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ പ്രോട്ടീൻ്റെ നോർമലി ഒരു യൂറിൻ ഇൻഫെക്ഷനുള്ള ആൾക്കാർക്കൊക്കെ 100 മുതൽ 150 മില്ലിഗ്രാം വരെ പോകാൻ പാടുള്ള പ്രോട്ടീൻ എനിക്ക് 2.5 ഗ്രാമൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇത് മെല്ലെ കുറയാൻ തുടങ്ങി. ഒരു 3 മാസം ആയപ്പോഴത്തേനും ശരിക്കും ബ്ലഡ് പോലെ പോയിക്കൊണ്ടിരുന്ന എൻ്റെ യൂറിൻ ക്ലിയർ ആയിക്കൊണ്ടിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പനി വരുമ്പോൾ മാത്രമായിരുന്നു ചെറിയൊരു ചുവപ്പ് കളറ്. അത് പൂർണ്ണമായിട്ടും മാറി. മാതാവ് മാറ്റി തന്നതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓരോ രോഗാവസ്ഥകൾ കാരണം ക്ലാസ്സിലൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. ഒരു മിനിമം അറ്റൻഡൻസിൻ്റെ പകുതി പോലും എനിക്കുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പം കോളേജിൽ നിന്ന് പറഞ്ഞു യൂണിവേഴ്സിറ്റി എക്സാം ഒന്നും എഴുതാൻ പറ്റത്തില്ല, അറ്റൻഡൻസ് കുറവാണ്, എന്തായാലും ഇനി ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വിളിച്ച് കരച്ചിലും പറച്ചിലൊക്കെ ആയി. അന്നും പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കും മോനെ എന്ന് പറഞ്ഞ് എന്നും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കും, ബൈബിൾ വായനയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രിൻസിപ്പൾ വിളിച്ച് പറയുകയും നീ പരീക്ഷ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരുവാണെങ്കിൽ നിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി എഴുതാൻ സമ്മതിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ക്ലാസ് പോലും കൂടാത്ത ഞാൻ എങ്ങനെ പരീക്ഷ ജയിക്കുമെന്ന് ഓർത്തിട്ടായിരുന്നു പിന്നെ എൻ്റെ അടുത്ത ടെൻഷൻ. എന്നാൽ സാരമില്ല, എഴുതാൻ പറ്റിയില്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എഴുതാൻ തുടങ്ങി. അവിടെ ചെന്നു പരീക്ഷ ഹാളിൽ കയറി പരീക്ഷയൊക്കെ ഞാൻ എഴുതി, എല്ലാം പാസ്സായി, അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ അത്യാവശ്യം പൈസയുടെ നല്ല ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. കോളേജിലെ ഫീസും മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ട് വന്നിരുന്നു. ഈ സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്വർണ്ണാഭരണം കളഞ്ഞുപോയി. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥയായിരുന്നു. ആരെ എടുത്തുകൊണ്ട് പോയത്, എങ്ങനെയാണ് പോയതെന്നെല്ലാം അറിഞ്ഞിട്ടും അത് തിരിച്ച് മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. തിരിച്ച് കിട്ടില്ല എന്ന് കരുതിയപ്പം അമ്മ അതുകൂടി നിയോഗം വെച്ച് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്ത് ഒരു 2-3 മാസം കഴിഞ്ഞപ്പം ആ വ്യക്തി തന്നെ അതേ സാധനം ഒരു കുഴപ്പമില്ലാണ്ട് എൻ്റെ കൈ തിരിച്ചു കൊണ്ടു തന്നു. മാതാവിന് ഒത്തിരി നന്ദി പറയുകയാണ്. നമുക്ക് ആവശ്യമുള്ളൊരു സമയത്ത് മാതാവ് അനുഗ്രഹിച്ചത് വളരെ വലിയൊരു കാര്യമാണ്. മാതാവിന് ഒത്തിരി നന്ദി. ഞാനല്ലായിരുന്നു ഉടമ്പടി എടുത്തത്, എനിക്ക് വേണ്ടി എൻ്റെ അമ്മയായിരുന്നു ഉടമ്പടി എടുത്തത്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ എപ്പോഴും നിൽക്കുന്ന ഒരു കുടുംബത്തിൽ തന്നെ കിട്ടിയെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനാണെങ്കിൽ പോലും അമ്മ ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മ ചെയ്യട്ടെ എന്നൊന്നുമില്ല, വീട്ടിലെല്ലാവരും തന്നെ എല്ലാം ചെയ്യാൻ കൂടുമായിരുന്നു. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് ട്രൈബൽസിൻ്റെ കോളനിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ പേര് ഒറ്റയ്ക്കൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെ പോയി അമ്മയും ചാച്ചി, ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാനുള്ളപ്പോൾ ഞാനും പോവും, അമ്മയും ചാച്ചി അവിടെ പോയി കാണും. ഒറ്റയ്ക്കൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൈസയായിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളായിട്ടോ അങ്ങനെയൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ ഞാൻ ലീവിനൊക്കെ വരുമ്പോഴത്തേനും ഇവിടെ ഞങ്ങളുടെ അവിടുത്തെ ഒരു അനാഥാലയം ഉണ്ട്, ഓശാന ഭവൻ എന്ന് പറഞ്ഞിട്ട്, അവിടെ പോവും, അവിടേക്ക് ഫുഡിനുള്ള പൈസ കൊടുക്കും. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും, അല്ലാണ്ട് ഒരാൾ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നുമില്ലായിരുന്നു. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും എത്ര വയ്യായികയാണെങ്കിലും ഈ പ്രാർത്ഥനകൾ ചെല്ലാനായിട്ട് ആർക്കും മടിയില്ലാണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യായിരുന്നു. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനം, സാക്ഷാൽ ദൈവം തന്നെയായ തൻ്റെ ഏകജാതനെ
ലോകത്തിന് വെളിപ്പെടുത്തുവാൻ വേണ്ടി ആദ്യത്തെ അത്ഭുതം കാനായിൽ പ്രവർത്തിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. ആ ഒരു വാക്കിൽ പരിശുദ്ധ അമ്മ അത് പറയുമ്പോൾ തൻ്റെ മകൻ അവിടെ മഹത്വീകരിക്കപ്പെടണം, ഈശോയ്ക്ക് അത് ചെയ്യാൻ സാധിക്കുമെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് ആ കുടുംബത്തിൻ്റെ കാര്യം. ഇന്നും മനുഷ്യ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പരിശുദ്ധ അമ്മ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അതാണ് അനുഭവ സാക്ഷ്യത്തിലൂടെ ഓരോ മക്കളും തങ്ങളുടെ കുടുംബത്തിലേക്ക് കിട്ടിയ കൃപകൾ, തങ്ങൾക്ക് ലഭിച്ച ദൈവ അനുഭവങ്ങൾ അതിവിടെ പങ്കുവയ്ക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അങ്ങനെ തൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് എന്ന് ഈ മകൾ പറഞ്ഞു. അമ്മ ഉടമ്പടി എടുത്ത് അമ്മയുടെ ഉടമ്പടിയോട് ചേർന്ന് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യുവാൻ ഈ മകളും ഒരു ഉപകരണമായി അമ്മയുടെ ഉടമ്പടിയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥനയും മറ്റ് പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് പോകുന്നു. കോളനികളിലൊക്കെ പോയി അവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നു, അവരെ ശുശ്രൂഷിക്കുന്നു, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. പിന്നീട് എങ്ങനെയാണ് തനിക്ക് തൻ്റെ അസുഖം, അതായത് തിൻ ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഡിസീസ്, കിഡ്നിയുടെ അരിപ്പയുടെ കട്ടി കുറയുക, ആ ഒരു അവസ്ഥയിൽ ബ്ലഡ് ആയിരുന്നു യൂറിനിലൂടെ പോയിക്കൊണ്ടിരുന്നത്. ബ്ലഡ് കളറ്, യൂറിൻ്റെ കളറ് പോകുമ്പോൾ അത് ബ്ലഡ് കളർ തന്നെയായിട്ടാണ് തോന്നിയിരുന്നത്. കുറച്ച് നാളുകളായിട്ട് ഇതിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നടക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. പിന്നീടാണ് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ മകൾ പിന്നീട് ഇവിടുന്ന് പോയതിന് ശേഷമാണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു മെഡിസിൻ ഇതിനില്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്നാൽ അതിന് ശേഷം അത് ആ ബ്ലഡ് പോകുന്ന അളവൊക്കെ പിന്നീട് കുറയുകയും പൂർണ്ണമായിട്ടും പിന്നീട് എങ്ങനെയാണ് അസുഖം മാറുന്നത് എന്നുള്ളതാണ് നാം കേട്ടത്. അതുപോലെ തനിക്ക് ഈ അസുഖ അവസ്ഥ മൂലം ഒത്തിരിയേറെ അറ്റൻഡൻസ് കുറഞ്ഞ സാഹചര്യത്തിൽ പരീക്ഷ പോലും എഴുതുവാനായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, പ്രത്യേകിച്ച് കോളേജിൽ നിന്ന് അവർ സമ്മതിച്ചില്ല. എന്നാൽ അതും തനിക്കൊരു ധൈര്യം കിട്ടി. അങ്ങനെ താൻ പാസ്സാകാൻ തനിക്ക് സാധിക്കുമെന്ന് കോളേജിൽ പറയുകയും പിന്നീട് ആ എക്സാം എഴുതി പാസ്സാകാനുള്ള ഒരു കൃപയും കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ചു എന്നാണ് ഈ മകൾ പറഞ്ഞത്. അതുപോലെ തങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയതെല്ലാം തങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥനയും പ്രവർത്തനവുമായിട്ട് പോയി. മമ്മിയാണ് ഉടമ്പടി എടുത്തതെങ്കിലും തങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു. വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുവാൻ തങ്ങൾക്ക് കഴിഞ്ഞു. ഇന്നും ഉടമ്പടി ജീവിതം തങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് കുടുംബം ഒന്നിച്ച് പരിശ്രമിക്കുന്നു എന്നാണ് ഈ മകൾ പറയുക. നമുക്ക് കുടുംബത്തിലേക്ക് കൃപകൾ ലഭിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാമും ഒരുമിച്ച് നിന്ന് കുടുംബമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും നാം സമയമെടുക്കണം. നമ്മുടെ ആരോഗ്യവും സമയവും കഴിവുകളുമൊക്കെ അതിനു വേണ്ടിയിട്ട് നാം ചിലവഴിക്കുമ്പോൾ തീർച്ചയായും കുടുംബത്തെ ഒന്നിച്ച് ഈശോ കൈപിടിച്ചുയർത്തും. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.